പള്ളിയിൽ അച്ഛനാവണം എന്നൊക്കെ ആഗ്രഹിച്ച് ഫാഷൻ സ്റ്റൈലിസ്റ്റായിട്ട് മാറിയൊരു വ്യക്തിയാണ് നമ്മളുടെ, അല്ലെങ്കിൽ ഫാഷൻ കൊറിയോഗ്രാഫറായിട്ട് മാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നെവിൻ. സോ എനിക്ക് ആക്ച്വലി ഭയങ്കര വിഷമം തോന്നി ഈ പണപ്പെട്ടി ടാസ്കൊക്കെ ഫുൾ ത്രൂ ഔട്ട് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നിയിട്ടോ. കാരണം നെവിൻ്റെ ആ ഒരു ഇരിപ്പും ഷാനവാസിൻ്റെ ആ ബലൂൺ ഗെയിമൊക്കെ കണ്ടപ്പോൾ തോന്നി ഇയാൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ നെവിൻ എന്ന് പറഞ്ഞൊരു വ്യക്തി പണിഷ്മെൻറ്റ് വാങ്ങിക്കൂട്ടിയത്. കാരണം അങ്ങേർക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ല ഷാനവാസിന്, പക്ഷെ പണിഷ്മെൻറ്റ് മുഴുവൻ നെവിനും. സോ ദിസ് ഈസ് അൺഫെയർ എന്ന് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ് ബിഗ് ബോസിനോട്. ആൻഡ് ഓൾസോ ടീംമേറ്റ്സ് പോലും, ഒരാൾ പോലും, എല്ലാവരും പൈസയ്ക്ക് വേണ്ടി ഓടുന്നു ചാടുന്നു ഒക്കെ ചെയ്യുമ്പോഴും ഒരാൾ പോലും നെവിൻ്റെ പണിഷ്മെൻറ്റ് റദ്ദാക്കണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യാൻ പോലും അവിടെ ഒരാളില്ല. മൂപ്പരിങ്ങനെ പാവം നോക്കിയിരിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് തവണ ഇട്ട ഡ്രസ്സുകൾ തന്നെ ഇടാറുണ്ട്, ഈവൻ വീക്കെൻഡ് എപ്പിസോഡ്സിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു അവിടെ ജെന്യൂൻ ആയിട്ടും സിമ്പിളായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നെവിൻ തന്നെയാണ്, PR ഒന്നും ഇല്ലാതെ തന്നെ. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കുറച്ച് ചില സമയത്തൊക്കെ കുറച്ച് ഓവറാണ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഓവർ ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറാറുണ്ട് ലാലേട്ടൻ വരുന്ന എപ്പിസോഡ്സിലൊക്കെ. പക്ഷേ എന്നിരുന്നാലും ജെന്യൂനാണ്, കോണ്ടന്റ് മേക്കറാണ്, നല്ലൊരു എൻ്റർടൈനറുമാണ് ഫ്രം ദ ബിഗിനിങ് ടു ടിൽ നൗ. സോ ഇങ്ങനെയുള്ള ജെന്യൂനായുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യുക എന്ന് പറയാൻ കൂടിയിട്ടാട്ടോ ഞാൻ വന്നത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെയും ബിഗ് ബോസിൽ ഒരു വോട്ടിംഗ് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇത്തവണത്തെ ഞാൻ നെവിനാണ് വോട്ട് ചെയ്തേക്കുന്നത്. സോ PR അവരുടെ വഴിക്ക് പോട്ടെ, നമ്മളെ പോലെയുള്ള കോമൺ ഓഡിയൻസ് എനിക്ക് തോന്നുന്നു ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി വോട്ട് ചെയ്യുക. സോ വോട്ട് ഫോർ നെവിൻ എന്ന് പറയാൻ കൂടിയിട്ടാട്ടോ ഞാൻ വന്നത്. എങ്ങനെയെങ്കിലും ഫൈനൽ 5 എത്തിക്കണം, വിന്നർ തന്നെ ആക്കണം നമുക്ക് നെവിനെ.